ഗ്രാൻഡ് ലോഞ്ചിൽ കണ്ടസ്റ്റൻസിനും അവരുടെ വീട്ടുകാർക്കും കൂടി പങ്കെടുക്കാൻ കൊടുക്കുന്ന ടാസ്ക് എന്താണ്? ഔട്ട്ഡോറിലാണ് ടാസ്ക്. മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് കണ്ടസ്റ്റൻസിന്റെ ഫാമിലിക്ക് ടാസ്ക് കൊടുക്കുന്നതും ഔട്ട്ഡോറിലെ ടാസ്കും. എന്തിനാണ് ഈ സംഭവം കൊടുക്കുന്നത്? നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് സീസൺ 15 പോലെ ഒരു ചെറിയ സംഭവം ഇതിനകത്ത് അവർ വെക്കുന്നുണ്ടോ? കാടും പടലും ഒക്കെ നിറഞ്ഞ ജംഗിൾ ആയിട്ടുള്ള ബിഗ് ബോസ് വീടിനകത്തോട്ടാണ് അവർ കയറാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണോ ഈ ടാസ്ക്? ഗ്രാൻഡ് ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, പെർഫോമൻസ് ടാസ്കുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ, ആരുടെയൊക്കെ പെർഫോമൻസുകൾ കഴിഞ്ഞു, എല്ലാം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്ന അവിടെ പെർഫോമൻസ്, കുറച്ച് പേരുടെ പെർഫോമൻസ് കഴിഞ്ഞു. പെർഫോമൻസ് നടക്കുന്ന അതേ സമയത്ത് ഔട്ട്ഡോറിൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്ക് നടത്തുന്നത് റനീഷയാണ്. നമ്മുടെ സീസൺ 5 റനീഷ റഹ്മാനാണ് ഈ ടാസ്കിന്റെ ആങ്കർ. എന്താണ് ഈ ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാം, നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ടുള്ള കണ്ടസ്റ്റൻസും ഫാമിലി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. ഫാമിലി അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കും അല്ല, ടാസ്ക് പുറത്ത് ഔട്ട്ഡോറിൽ വേറെ കണ്ടസ്റ്റൻസുമായിട്ട് നമ്മൾ ലാലായിട്ട് സംസാരിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അപ്പൊ നിങ്ങളുടെ മോനകത്ത് പോകുന്നതിനെ കുറിച്ച് എന്താണ്, അങ്ങനെ അല്ല സംഭവം. പുറത്ത് ഔട്ട്ഡോറിൽ ടാസ്ക്. റനീഷ ആങ്കറായിട്ട് നിൽപ്പുണ്ട്. കണ്ടസ്റ്റന്റിന്റെ ആ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്, ഇവർ രണ്ടുപേരും അവിടെ വരും. കണ്ടസ്റ്റന്റിന്റെ കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് കഴുത്തിലൊരു മെഡൽ ഇടും. കണ്ടസ്റ്റന്റിന്റെ പേരോ ഫോട്ടോയോ ഉള്ള ഒരു മെഡൽ ഇടും. മെഡൽ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഈ കണ്ടസ്റ്റന്റിന്റെ കൂടെ നിൽക്കുന്ന ആള് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ട്, ഞാൻ കൂടുതൽ ടാസ്കിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല കാരണം സ്പോയിലറാണ്, ഓൾറെഡി സ്പോയിലറാണ്. അപ്പോൾ കണ്ടസ്റ്റന്റിനെ ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പാസ് ചെയ്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് പോകണം. സിമ്പിൾ ആണ്, എന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടും ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ റനീഷയുടെ പണി എന്ന് വെച്ചാൽ റനീഷ ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ അവിടെ എവിടെ എവിടെ എങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് റനീഷ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നോക്കും. ഇതാണ് ഗ്രാൻഡ് ലോഞ്ചിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്കുകൾ. എല്ലാ കണ്ടസ്റ്റൻസിനും ഒരേ ടാസ്ക് തന്നെയാണെന്നാണ് അറിയാൻ പറ്റിയത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന്റെ കൂടെ വന്നവരെ പോലും നാളെ ഗ്രാൻഡ് ലോഞ്ച് കാണാൻ സമ്മതിക്കില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അതെ, അവരെല്ലാവരെയും നാളെ കയറ്റി അയക്കുന്നു ഗ്രാൻഡ് ലോഞ്ചിന്. സാധാരണ ഇപ്പൊ കണ്ടസ്റ്റൻസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും ഒക്കെ പോയിരുന്ന് കാണാം ആരൊക്കെ അകത്ത് കയറുന്നേ പോകുന്നതെന്നൊക്കെ. അതിനും നാളെ പറ്റൂല എന്നാണ് അറിയുന്നത്. കണ്ടസ്റ്റൻസ് മാത്രമേ നാളെ കാണുള്ളൂ, ബാക്കി അവിടെ ഓഡിയൻസ് ഒക്കെ കാണും. അതല്ലാതെ ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും നാളെ രാവിലെ തിരിച്ച് കേരളത്തിലോട്ട് അയക്കും. അതായത് ലാലേട്ടന്റെ ഷൂട്ടിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. മിക്കവാറും ലാലേട്ടന്റെ ഷൂട്ട്, ലാലേട്ടൻ വന്നതായിട്ട് അറിഞ്ഞിട്ടില്ല, വന്നോ എന്തോ. പക്ഷേ സാധാരണ നടക്കുന്നത് തലേ ദിവസം എന്ത് ചെയ്യും, ലാലേട്ടൻ വരും. ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് കയറിയിട്ട് ബിഗ് ബോസ് വീട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സാധനവും 1-2 പ്രൊമോഡ് അതൊക്കെ എടുക്കും. ഇതിന് നാളെ രാവിലെ ആയിരിക്കും കണ്ടസ്റ്റൻസിന്റെ ബാക്കി ഷൂട്ടിംഗ്. ഇനി ആരുടെയൊക്കെ പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് വേണോ, നിങ്ങൾക്ക് അത് വേണോ? അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കണ്ടസ്റ്റൻസിന്റെ കോസ്റ്റ്യൂം, അവർ ഏത് പാട്ടിലാണ് ഡാൻസ് കളിച്ചത്, ഏതൊക്കെ കണ്ടസ്റ്റൻസിന് അത് കഴിഞ്ഞു എന്നൊക്കെയുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് എന്തായാലും കമന്റ് ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗ്രാൻഡ് ലോഞ്ചിന്റെ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്. ഇനി എന്തുകൊണ്ട് ഇതിനെ ഹിന്ദി ബിഗ് ബോസുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിന്ദി ബിഗ് ബോസിനകത്ത് സീസൺ 15 അതിനകത്ത് ഇതുപോലെ കാടാണ്, കാടും പടലും ആണല്ലോ വീട്. മലയാളത്തിലും ഭയങ്കര കാടൊന്നുമില്ല, ചെറിയ പച്ചപ്പാണ്. അപ്പോൾ ഈ കണ്ടസ്റ്റൻസിനെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പിന്നെ അവർ തുരങ്കത്തിൽ കൂടെ ഇങ്ങനെയൊക്കെ കയറി വലിഞ്ഞ് നിരങ്ങി സ്ലൈഡ് പോലെയൊക്കെ നിരങ്ങിയാണ് ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് വന്ന് പൊത്തനെ വന്ന് വീഴുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സാധനത്തിന് വേണ്ടിയാണോ എന്തോ ചെയ്തത്. എന്തായാലും ഈ സമയത്തൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ മുതൽ ഈ സമയം വരെയും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വെയിലിന്റെ സമയമായിരിക്കും. അപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട്, ഇപ്പോൾ കാട്ടിലൊക്കെ കയറ്റിയിടുന്നെങ്കിൽ രാത്രിയൊക്കെയാണ് കാണാൻ രസം. അവിടെ ലാലേട്ടനൊന്നുമില്ല, റനീഷയും ഈ പറയുന്ന കണ്ടസ്റ്റന്റും അവരുടെ ഫാമിലിയും കൂടെ, അവരുടെ ഫാമിലി മെമ്പർ ഒരാളും കൂടിയിട്ടാണ് ഈ പറയുന്ന ടാസ്കുകളൊക്കെ അവിടെ നടക്കുന്നത്. ഇതാണ് ടാസ്ക്, സംഭവം ടാസ്ക് ഇതാണ്. എല്ലാവർക്കും സെയിം ടാസ്ക് ആണെന്നാണ് അറിഞ്ഞത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ സ്റ്റേജിൽ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്നത് ഈ സെക്ഷൻ ആയിരിക്കും. ഈ സെക്ഷൻ കാണിച്ചിട്ട് ഇത് പാസ് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ കയറാം, അങ്ങനെ വല്ലതും ആയിരിക്കും പറയുന്നത്. എന്നിട്ട് നേരെ പിന്നെ ഹൗസിനകത്തോട്ട് പോകുന്ന സാധനമാണ് പറയുന്നത്. അതായിരിക്കും വരാൻ പോകുന്നത് എപ്പിസോഡ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അടുത്ത ഗ്രാൻഡ് ലോഞ്ച് അപ്ഡേറ്റോട്ട് ഞാൻ വരും. എന്തെങ്കിലുമൊക്കെ അറിയുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.